മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ തിരുസഭയുടെ തലവനായ ഫ്രാൻസിസ് പാപ്പയുടെ വിയോഗത്തിൽ ദുഃഖിതരായിട്ട് കഴിയുന്നുവെങ്കിലും മാർപ്പാപ്പ തൻ്റെ സ്വർഗീയ പിതാവിൻ്റെ വസതിയിലേക്ക് എത്തിച്ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കർത്താവായ ദൈവം നൽകിയ അവസരത്തെ ഓർത്ത് നന്ദി അർപ്പിക്കുവാനും ആഹ്ലാദിക്കുവാനുള്ള നിമിഷമായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം. കാരണം ഓരോ ദൈവജനവും ഈ ദൈവരാജ്യത്തിൽ ദൈവത്തിന് ശുശ്രൂഷകൾ ചെയ്തുകൊണ്ട് സ്വർഗീയ രാജ്യത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള പ്രയത്നമാണ് നാം ആത്മീയമായും ഭൗതികമായും ചെയ്യേണ്ടത്. ഓരോ വ്യക്തികളിലും ദൈവം നൽകിയ ദൗത്യങ്ങൾ വിവിധ രീതികളിലായിരിക്കും. നമ്മൾ ഓരോരുത്തരും നമ്മിലേക്ക് കർത്താവ് നൽകിയ ദൗത്യം എന്തെന്നും അതിനെ എത്ര കൊണ്ട് വിശ്വസ്തയോടെ നാം അത് ചെയ്ത് കർത്താവിൻ്റെ മുമ്പിൽ ഏറ്റവും എളിമയോടെ നിൽക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കൃപ ലഭിച്ച് അത് അനുസരിച്ച് നമ്മൾ ജീവിക്കുവാനുള്ള കൃപയ്ക്കായിട്ട് നാം പ്രാർത്ഥിക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ആചാര്യൻ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ നമ്മളോട് വിട പറയുമ്പോൾ അദ്ദേഹം ഒരു വിശുദ്ധിയോടുകൂടി വിശുദ്ധ ജീവിതം നയിച്ച ഒരു മാർപ്പാപ്പയായിരുന്നു എന്ന് പറയുന്നതിൽ സംശയം വേണ്ട. എന്തെന്നാൽ അദ്ദേഹം തൻ്റെ മാർപ്പാപ്പ സ്ഥാനം സ്വീകരിക്കുന്ന ആ നിമിഷം മുതൽ തന്നെ, അതിനു മുമ്പേ ഉണ്ട്, എന്നാൽ ഒരു രാജ്യത്തിൻ്റെ ഭരണാധിപതി, ലോകത്തിലെ കത്തോലിക്ക സഭ 130 കോടിയിലധികം വിശ്വാസികളുള്ള ആ സഭയുടെ തലവനായ ഫ്രാൻസിസ് പാപ്പ താൻ അധികാരം ഏറ്റെടുക്കുമ്പോൾ ദൈവത്തിനു വേണ്ടി അധികാരം വിനിയോഗിക്കുവാനായിട്ട് വേണ്ടി മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ പരിശ്രമം. ദൈവത്തെയും ദൈവജനത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഘടകമായിട്ട് നിന്ന ഈ മാർപ്പാപ്പയ്ക്ക് നമ്മുടെ എല്ലാവരുടെയും കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കട്ടെ. നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുവാനായിട്ട് ദൈവം നൽകിയ ഈ അവസരത്തിന് ഞാൻ നന്ദി പറയുന്നു. ഇന്ന് നമ്മുടെ സഭയിൽ മാർപ്പാപ്പമാരിൽ ഏറ്റവും എളിമയോടുകൂടി ജീവിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ഫ്രാൻസിസ് പാപ്പാപ്പ. കത്തോലിക്ക തിരുസഭയെ മാത്രമല്ല, മറ്റെല്ലാ സമൂഹങ്ങളെയും അദ്ദേഹം ദൈവസ്നേഹത്തിൻ്റെ പരിധിയിൽ അളവില്ലാതെ സ്നേഹിച്ചിരുന്നു എന്നത് സത്യം തന്നെയാണ്. എന്നാൽ അദ്ദേഹത്തിന് നൽകിയ അധികാരം കർത്താവിൻ്റെ തിരുസഭയെ വളർത്തിയെടുക്കുവാനായിട്ട്, ആ ദൈവരാജ്യം വളർത്തുവാനായിട്ട് അദ്ദേഹം ലോകമെങ്ങും സഞ്ചരിച്ചു. എന്നാൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തിലേക്ക് അദ്ദേഹം വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിജിയും അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് വരുവാൻ വേണ്ടി ക്ഷണിച്ചിരുന്നു. എന്നാൽ എത്തിച്ചേരുവാൻ സാധിക്കാതെ അദ്ദേഹം നൽകിയ സന്ദേശങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിറച്ചുകൊണ്ടാണ് ഇവിടുന്ന് കടന്നുപോയത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോ അവസരങ്ങൾ ലഭിക്കുമ്പോൾ അത് ചെറുതും വലുതുമാണെങ്കിലും വിശ്വസ്തയോടെ പിതാവായ ദൈവത്തിനു വേണ്ടി, ആ ദൈവരാജ്യത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി, ദൈവത്തെ മഹത്വപ്പെടുത്തി നിത്യതയിലേക്ക് എത്തുവാൻ വേണ്ടി കിട്ടുന്ന അവസരങ്ങൾ വിനിയോഗിക്കുക എന്നത് തന്നെയാണ് ഓരോ ദൈവമക്കളുടെയും ഉത്തരവാദിത്വം. എന്നാൽ ഏറ്റവും വിഷമകരമായിട്ട് എനിക്ക് ഇപ്പോൾ ചിന്തിക്കേണ്ടതും ഇപ്പോൾ സംസാരിക്കേണ്ടി വന്നതുമായ
ഒരു ഘടകം. കത്തോലിക്ക സഭയുടെ ഭാഗമായി ഇന്ന് നിലകൊള്ളുന്ന സീറോ മലബാർ സഭയിൽ സീറോ മലബാർ സഭയിലെ സീനഡ് മെത്രാന്മാരും ചേർന്ന് നിയമാനുസൃതമായ വിശുദ്ധ കുർബാന, ഏകീകൃത കുർബാന അർപ്പിക്കുവാനായിട്ട് തീരുമാനിക്കുകയും അതിന് അംഗീകാരം നൽകിക്കൊണ്ട് പരിശുദ്ധ പിതാവ് കൽപ്പന പുറപ്പെടുവിപ്പിക്കുകയും ചെയ്തു. വളരെ വർഷങ്ങളായിട്ട് സീനഡ് തീരുമാനിച്ച ഒരു കുർബാനക്രമത്തിലേക്ക് എത്തിച്ചേരുവാൻ ആഗ്രഹിച്ച സീനഡ് പിതാക്കന്മാർ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയുടെ മുന്നിൽ ഈ സീനഡ് തീരുമാനം അറിയിക്കുകയും അത് നടപ്പിൽ വരുത്തുവാനുള്ള കൽപ്പന പുറപ്പെടുവിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് സംസാരിച്ചു. പരിശുദ്ധ പിതാവ് തന്നിൽ ഏൽപ്പിച്ചിരുന്ന കർത്തവ്യം നിർവഹിക്കുവാനായിട്ട് വേണ്ടി ആഹ്വാനം ചെയ്തുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ അൽമായർക്കും, സന്യസ്തർക്കും, പുരോഹിതർക്കും, മെത്രാന്മാർക്കുമായിട്ട് നൽകിയ കൽപ്പന അത് അനുസരിക്കുവാനോ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് പ്രതിനിധിയായിട്ട് നമ്മുടെ എറണാകുളത്തേക്ക് അയച്ച സിറിൽ വാസിൽ പിതാവിനെ പോലും അവഹേളിച്ചുകൊണ്ടും കുപ്പി കൊണ്ട് എറിഞ്ഞുകൊണ്ടും പരിശുദ്ധ പിതാവിനെ അവഹേളിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ സഭയിലെ തന്നെ ക്രിസ്തുവിരോധികളായ വിജാതീയർ പ്രവർത്തിച്ചു. ഇതുവരെ ഒരു മാർപ്പാപ്പയും ചെയ്യാത്തതായ ഒരു ആഹ്വാനമായിരുന്നു 3 കത്തുകളിലൂടെ പരിശുദ്ധ പിതാവ് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടി മാത്രമായിട്ട് അയച്ചത്. എന്നാൽ ക്രിസ്തുവിരോധികളായ, സഭാവിരോധികളായ വിമതരായ വൈദികരും മെത്രാന്മാരുമെല്ലാം അത് കാപഢ്യം നിറഞ്ഞതാണ്, അത് പിതാവിൽ നിന്നുള്ള കത്തല്ല എന്ന് ഇവിടെയെല്ലാം അവര് പ്രഖ്യാപനം ചെയ്തു. എന്നാൽ വിനയാന്വിതനായ ഫ്രാൻസിസ് പാപ്പ ഈ എറണാകുളം അതിരൂപതയ്ക്ക് വേണ്ടി മാത്രമായിട്ട് തൻ്റെ വീഡിയോ സന്ദേശം അയച്ചിട്ട് ഏകീകൃത കുർബാന, നിയമാനുസൃതമായ വിശുദ്ധ ബലി അർപ്പിക്കുവാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്തു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ ലോകത്തിൽ നിന്നുള്ള വിയോഗ കാലഘട്ടം വരെ അതനുസരിക്കുവാനോ സഭയെ നിലനിർത്തുവാനോ പടുത്തുയർത്തുവാനോ ശ്രമിക്കാതെ ഇവർ ഇന്നും തങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന, തങ്ങളിൽ വസിക്കുന്ന ദുഷ്ടാത്മാവിന്റെ പ്രവർത്തനത്തിൽ മുഴുകിക്കൊണ്ട് സഭയോട് മല്ലിടുകയാണ്. ഇനി ഒരു അവസരം വിമതരായ നിങ്ങൾക്ക് ഈ മാർപ്പാപ്പയിലൂടെ ലഭിക്കുകയില്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ സഭയിൽ അനുസരണത്തിന്റെ ബലിയുണ്ട്. ഈ ദിവ്യബലിയിൽ നാം പങ്കെടുക്കുമ്പോൾ നാം ഏത് രീതിയിലായിരിക്കണം നാം പങ്കെടുക്കേണ്ടതെന്നെല്ലാം വചനത്തിലൂടെ നമ്മളോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട് രക്ഷകനായ കർത്താവ്. നീ ബലിയർപ്പിക്കുവാൻ വേണ്ടി ബലിപീഠത്തെങ്കിലേക്ക് ബലിവസ്തുവുമായി എത്തുമ്പോൾ നിന്നോട് ആർക്കെങ്കിലും വിരോധമുണ്ടെന്ന് നിനക്ക് അവിടെ വെച്ച് തോന്നിയാൽ ബലിവസ്തു ബലിപീഠത്തെങ്കിൽ വെച്ച് നിന്റെ സഹോദരനോട് രമ്യപ്പെട്ടതിന് ശേഷം മാത്രം വന്ന് ബലിയർപ്പിക്കുവാൻ പറഞ്ഞ കർത്താവിൻ്റെ വചനം നാം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുവോ, നാം പ്രാവർത്തികമാക്കിയോ? എന്നാൽ ദുഷ്പ്രേരണ നൽകിക്കൊണ്ട് ഇന്നും സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തികളുമായിട്ട് ക്രിസ്തുവിരോധികളായി മാറിയ ഇവരെ അനുസരിക്കുവാനായിട്ട് ശ്രമിക്കുന്ന ദൈവജനത്തെയാണ് കാണുന്നത്. ഒരു
ദൈവരാജ്യത്തിൽ നാം പങ്കാളികളാവുന്നത് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ മഹത്വപ്പെടുത്തുവാനാണ്. അതിനാണ് നാം ഓരോരുത്തരെയും ഈ ഭൂമിയിലേക്ക് പിതാവായ ദൈവം ദൗത്യമായിട്ട് തന്നിരിക്കുന്നത്, ദൈവഹിതം നിറവേറ്റുവാനാണ്. എന്നാൽ ലോകത്തെ സ്നേഹിക്കുന്നവർക്ക് പിതാവായ ദൈവത്തെ ഒരിക്കലും സ്നേഹിക്കുവാൻ സാധ്യമല്ല. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് ഈ ലോകത്തെയല്ല അവർ ഫോക്കസ് ചെയ്യുന്നത്. കർത്താവായ യേശു നമ്മളെ ബോധ്യപ്പെടുത്തിയ സ്വർഗീയ രാജ്യത്തെയാണ് കാംക്ഷിക്കുന്നത്. നമ്മുടെ ഈ രൂപതയിൽ എന്തുകൊണ്ട് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നു? ഇതിനെല്ലാം ആര് കുറ്റം പറയണമെന്ന് നാം ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരി എല്ലാത്തിനും നമ്മളിൽ തന്നെ ഒരു തെറ്റ് സംഭവിച്ചിട്ടില്ലയോ? ഓരോ വ്യക്തിയിലും നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്വം അത് വിശ്വസ്തയോടുകൂടി കർത്താവിന് വേണ്ടി ചെയ്യുമ്പോൾ മാത്രമാണ് കർത്താവിനെ സ്വീകാര്യമാവുക. ഒരു പുരോഹിതൻ തൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും കർത്താവിനും ദൈവജനത്തിനും വേണ്ടി പ്രവർത്തിക്കേണ്ട, അവൻ ജനത്തെ ദൈവത്തിങ്കിലേക്ക് എത്തിച്ചേർക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്വമാണ് അദ്ദേഹത്തിലുള്ളത്. അതേപോലെ തന്നെ ഒരു കുടുംബജീവിതം നയിക്കുന്ന ദമ്പതികൾ തങ്ങളുടെ രാജ്യം, ദൈവരാജ്യം പടുത്തുയർത്താൻ വേണ്ടി തങ്ങൾക്ക് ലഭിച്ച മക്കളെയും തങ്ങളുടെ മാതാപിതാക്കളെയും തങ്ങളുടെ സഹപ്രവർത്തകരെയും തങ്ങളുടെ സഹോദരെയെല്ലാം ക്രിസ്തീയമായ സ്നേഹത്തിലൂടെ, ദൈവസ്നേഹത്തിലൂടെ നാം അവരെ സംരക്ഷിക്കുമ്പോൾ നാം ശേഷമാണ് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുന്നത്. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 8-ാം വചനം നമ്മളോട് പറയുന്നത്, മനുഷ്യപുത്രൻ വീണ്ടും വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ഇത് കർത്താവായ യേശു നമ്മളെ അറിയിച്ച വചനമാണ്, ഒരു മനുഷ്യൻ പറയുന്നതല്ല. കാരണം അത്രക്കധികം പ്രലോഭനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവം ഏൽപ്പിച്ചിരുന്ന ദൗത്യങ്ങളെല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് സാത്താനുമായിട്ട് രമ്യപ്പെടുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. ആയതിനാൽ നാം ജാഗരൂകരായിരിക്കുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 13-ാം വാക്യം നമ്മളോട് ഉദ്ബോധിപ്പിക്കുന്നത്, അവസാനം വരെ സഹിച്ച് നിൽക്കുന്നവർ രക്ഷിക്കപ്പെടും. അതെ, ഇനിയുള്ള കാലഘട്ടം സാത്താന് ഒട്ടും സമയമില്ലാത്ത ഒരു അവസ്ഥയായതുകൊണ്ട് അലറുന്ന സിംഹത്തെ പോലെ സാത്താൻ ആരെ കൊടുക്കണം എന്നുള്ള ചിന്തയിലൂടെ പ്രവർത്തിക്കുമ്പോൾ ദൈവജനമെല്ലാം വിശുദ്ധിയില്ലാതെ ദൈവത്തിൽ നിന്ന് അകന്നുപോയി സാത്താനുമായി രമ്യപ്പെടുന്ന അവസ്ഥയല്ലേ ഇന്ന് സഭയിൽ നടക്കുന്നത്. അതെ, ലോകത്തിൻ്റെ അവസാന കാലഘട്ടത്തിലേക്ക് ഈ ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നാം മനസ്സിലാക്കുക, അശുദ്ധിയുടെ അരുവികൾ വിശുദ്ധ സ്ഥലത്ത് എത്തിച്ചേരുമ്പോൾ ലോകം അവസാനമായി തീരും. അതെ, ജ്ഞാനമുള്ളവൻ ഇത് മനസ്സിലാക്കട്ടെ. ജ്ഞാനത്തിൽ നിലനിൽക്കുന്നവൻ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള ഓരോ അവസരങ്ങളും വിനിയോഗിച്ചുകൊണ്ട് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന കർത്താവായ ദൈവത്തിൻ്റെ ദൗത്യങ്ങൾ പൂർത്തീകരിക്കുവാൻ നമ്മൾക്ക് സഹിക്കേണ്ടി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്വർഗീയ ആനന്ദത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ടുള്ള അവസരം നമുക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം ദൈവപുത്രനായ, അതെ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവപുത്രനായ യേശുവാണ് നമ്മൾക്ക് ഇത് പറഞ്ഞു തന്നിരിക്കുന്നത്. അവിടെ വസിക്കുന്ന ദൈവപുത്രൻ നമ്മളും ആ സ്വർഗീയ രാജ്യത്തിലേക്ക് എത്തിച്ചേരണമെന്നുള്ള ഒറ്റ ആഗ്രഹം മാത്രമേ നമ്മളെ വീണ്ടും രക്ഷിക്കുവാനായിട്ട് കാൽവരി ക്രൂശിതനായത്. അതെ, ക്രൂശിൽ മരിക്കുക മാത്രമല്ല, യേശു ഉദ്ധിതനാണ്. ഈ ഈസ്റ്റർ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഈ ചിന്ത നമ്മുടെ മനസ്സിലും നമ്മുടെ പ്രവർത്തന മേഖലകളിലും നമ്മൾ ലോകമെങ്ങും
ഈ കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുക. കാരണം ഒരാൾ പോലും നിത്യനാശത്തിലേക്ക് പോകരുതെന്ന് പിതാവായ ദൈവത്തിന് ആഗ്രഹമുണ്ട്. അത്രയ്ക്ക് കരുണാമയനായ ദൈവത്തെയാണ്. എന്നാൽ ഒന്നും കൂടി മനസ്സിലാക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം കരുണാമയനായ ദൈവമാണെങ്കിലും നീതിമാനായ ദൈവമാണെന്നുള്ള കാര്യവും കൂടി മനസ്സിലാക്കണം. അതുകൊണ്ട് നീതിയുടെ പീഠത്തിലിരിക്കുമ്പോൾ എന്നിൽ തെറ്റു സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിനെതിരെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിന് ശിക്ഷയുണ്ടായിരിക്കും. ആ ശിക്ഷ നിസാരമാണെന്ന് നമ്മൾ ആരും വിചാരിക്കേണ്ട. അതുകൊണ്ട് തന്നെയാണ് കർത്താവായ യേശു നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ലാസറിൻ്റെയും ധനവാന്റെയും ഉപമയിലൂടെ അതെ, അശുദ്ധി ഉള്ള വ്യക്തികൾക്ക് ഒരിക്കലും പരിശുദ്ധനായ ദൈവത്തിൻ്റെ കൂടെ എത്തിച്ചേരുവാൻ സാധ്യമല്ല എന്ന ബോധ്യം നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാകട്ടെ. ഇന്ന് നമ്മുടെ ഇടയിൽ നിന്നും വിടവാങ്ങിയ ഫ്രാൻസിസ് പാപ്പ ദൈവജനത്തിനും ലോകത്തിനും ദൈവത്തിനും വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ്. അദ്ദേഹം ഒരു വിശുദ്ധ ജീവിതമായിരുന്നു, നല്ല മാതൃകയായിരുന്നു നമ്മൾക്ക് വേണ്ടി കാഴ്ചവെച്ചത്. ഓരോ വ്യക്തികളും യേശുവിൻ്റെ സുവിശേഷമാകുന്ന ജീവിതം നയിച്ചുകൊണ്ട് സ്വർഗീയ രാജ്യത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള കൃപാവരം നാം ഓരോരുത്തരിലേക്കും എത്തിച്ചേരട്ടെ. നമ്മളിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അനുദപിക്കുവാനുള്ള ഒരവസ്ഥ നമ്മളിലുണ്ടാക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം നമ്മളിലുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളിൽ നിന്നും വിടവാങ്ങിയ പരിശുദ്ധ പിതാവ് സ്വർഗീയരാജ്യത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മളെയും സ്വർഗരാജ്യത്തിലേക്ക് എത്തിച്ചേർക്കുവാനായിട്ടുള്ള ഒരു സ്വർഗീയ മധ്യസ്ഥനായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായിട്ട് ദൈവം നൽകിയ ഈ അവസരത്തെ നന്ദിയോടെ നമുക്ക് അനുസ്മരിക്കാം. നിങ്ങൾക്ക് ഏവർക്കും ദൈവരാജ്യവും സ്വർഗീയ രാജ്യവും കരസ്ഥമാക്കുവാനുള്ള കൃപ ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും നിങ്ങളുടെ ബ്രദർ തോമസ് ജോർജ്.